നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശിനിഷ്ടം മാമ്പഴ പുളിശ്ശേരിയും മത്സ്യവിഭവങ്ങളും. സത്യത്തിൽ എനിക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങളും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഞാനൊരു പ്രമുഖനല്ലാത്തതുകൊണ്ട് ഇതൊന്നും വാർത്തയാവുന്നില്ല എന്ന് മാത്രം. ഈ കൽച്ചട്ടിയിൽ വെക്കുന്ന മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു അസാധ്യ രുചിയാണുള്ളത്. അതുപോലെയാണ് ഈ വഴങ്ങിയ മൺചട്ടിയിൽ വെക്കുന്ന മീൻകറിക്ക്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിലമ്പൂരിലെ മൺപാത്ര വിശേഷങ്ങളാണ്. ഗ്യാസിലും മൈക്രോവേവ് ഓവനിലും ഉപയോഗിക്കാൻ കഴിയുന്ന കറിച്ചട്ടികൾ, അപ്പച്ചട്ടികൾ, ചപ്പാത്തിച്ചട്ടി, തൈര് പാത്രങ്ങൾ, പല വലിപ്പത്തിലുള്ള ചീനച്ചട്ടി, കൂജ, ചായക്കപ്പ്, ഫ്രൈയിങ് പാൻ തുടങ്ങി മണ്ണുകൊണ്ട് സാധ്യമാകുന്ന എല്ലാത്തരം ഉൽപ്പന്നങ്ങളും കൊച്ചിയിൽ നടന്ന പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. നിലമ്പൂരിലെ കുമ്പാര സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അനശ്വരം സ്വയം സഹായ സംഘത്തിലുള്ളത്. ഇവരുടെ കരവിരുതിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആകെ തുകയാണ് എറണാകുളം വിമൻസ് അസോസിയേഷൻ ഹാളിൽ നടത്തിയ പ്രദർശനം. കുമ്പാര സമുദായത്തിന്റെ കുലത്തൊഴിലാണ് മൺപാത്ര നിർമ്മാണം. എന്നാൽ ആധുനിക പാത്ര നിർമ്മാണ മേഖല ശക്തി പ്രാപിച്ചതോടെ മൺപാത്ര വിപണി പതിയെ നിശ്ചലമായി. നിലമ്പൂരിലെ സൊസൈറ്റികൾ അടച്ചുപൂട്ടേണ്ടി വന്നു. പിന്നീട് 2010 അനശ്വര സ്വയം സഹായ സംഘം രൂപീകരിക്കുന്നത്. അതിയായ ഇഷ്ടം കൊണ്ട് മൺപാത്ര നിർമ്മാണ മേഖലയിലേക്ക് കടന്നു വന്നവരാണ് ഈ സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മൺചട്ടികൾ മാത്രം ഉണ്ടാക്കുകയായിരുന്നില്ല ഇവരുടെ ലക്ഷ്യം. ഞങ്ങൾ കുമ്പാര സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. മൺപാത്രങ്ങൾ എത്രയും ഫിനിഷിങ്ങിലും ക്വാളിറ്റിയിലും ആളുകളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾ ഒരു 20 പേരുള്ള ഗ്രൂപ്പാണ്. ഒരു മീൻചട്ടി മാത്രം അല്ല, എന്തൊക്കെ പാകം ചെയ്യണോ അതിനൊക്കെ ചട്ടികൾ എന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ മീൻ പൊരിക്കണം, അവിയൽ വെക്കണം, സാമ്പാർ വെക്കണം, മീൻ പൊള്ളിക്കണം, അതേപോലെ വെള്ളം കുടിക്കാൻ, ഇപ്പോൾ ബിരിയാണി വെക്കാൻ വരെയുള്ള ചട്ടികളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 6 മാസത്തോളം സമയമെടുത്താണ് ഒരു പ്രദർശനത്തിനായി സജ്ജമാകുന്നത്. പ്രദർശനം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. ഇതിനിടെ ഓൺലൈനായും ഇവരിൽ നിന്നും ആവശ്യക്കാർക്ക് സാധനങ്ങൾ വാങ്ങാം. അതൊരുപാട് സമയമെടുക്കും ചെയ്യാൻ. നമ്മൾ അത്രയും സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളിത് ഈ കളറൊക്കെ വരുത്തുന്നത് ചുമന്ന മണ്ണ് കലക്കി ഒഴിച്ചു, അത് ഊറലെടുത്താവൂ, അത് തേച്ച് കുഴങ്കല്ല് വെച്ച് ഉരച്ച്, അപ്പോൾ അങ്ങനെ നമ്മൾ പാത്രങ്ങൾ ഒരു പാത്രത്തിൽ തന്നെ ഒരു 10-20 പ്രാവശ്യം എടുത്തിട്ട് അതെന്നെ ചെയ്ത് ആക്കിയിട്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഗ്യാസിലും മൈക്രോയിലും ഉപയോഗിക്കുക, പോലെ സ്റ്റീൽ പാത്രം പോലെ കഴുകിയെടുക്കുക, വയറ്റാനും അടി പിടിക്കുക, പുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത്രയും ക്വാളിറ്റിയിലുള്ള പാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണ് നമ്മൾ പാലക്കാട് നിന്ന് എടുക്കും, നിലമ്പൂരുണ്ട് മണ്ണ്. ആ മണ്ണെടുത്ത് നമ്മൾ അരച്ച് ചവിട്ടി കുഴച്ച് എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചൂള വെക്കുന്നത്. അതിന് നമ്മൾ വിറകും ചകിരിയാണ് ഉപയോഗിക്കുന്നത്. കെമിക്കലായിട്ടൊന്നും തന്നെ നമ്മൾ ഈ മൺചട്ടിയിൽ ഉപയോഗിക്കുന്നില്ല. പാത്രങ്ങൾക്ക് പുറമെ അതിമനോഹരങ്ങളായ അലങ്കാര വസ്തുക്കളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. കലാകാരന്മാർക്ക് പിന്തുണ നൽകുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്തുകയുമാണ് ഇത്തരം പ്രദർശനങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ഈ സംഘം തുടങ്ങിയത് 2010 2010 നമ്മൾ ഇങ്ങനെ ഓരോരോ ജില്ലയിൽ എക്സിബിഷൻ ചെയ്തപ്പോൾ മൺപാത്രങ്ങൾക്ക് ആളുകൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞങ്ങളിത് കൂടുതൽ നല്ല രീതിയിൽ ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയത്. ഇതിപ്പോൾ ഒരു 6 മാസം ചെയ്ത വർക്കാണ്. ഇത് നമ്മളിവിടെ സെയിലായി കഴിഞ്ഞാൽ ഇനി നമ്മൾ 6 മാസം വർക്ക് ചെയ്യും. ഇതേപോലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ചെന്നിട്ട് എക്സിബിഷൻ ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളടുത്ത് വന്ന് മേടിക്കുന്നവർക്കൊക്കെ അവിടുന്ന് കൊടുക്കുകയും ചെയ്യും. ടറാമാർട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റ ഐ ഡി ഉണ്ട്, അതുപോലെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അയച്ചും കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും ഭക്ഷണങ്ങളിൽ മായം കൂടി വരികയാണ്. അതുമൂലമുണ്ടാകുന്ന അസുഖങ്ങൾ വേറെയും. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മൺപാത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ 100 കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. പാത്രങ്ങളല്ലാതെ വോൾ മ്യൂറൽസ് ഉണ്ട്. അത് നമുക്ക് ചുമരൊക്കെ അലങ്കരിക്കാൻ വേണ്ടി, അതേപോലെ ഉള്ളിൽ വെക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ആദ്യം ആളുകളൊന്നും കൊണ്ടുപോയി ഉപയോഗിക്കുക, അപ്പോൾ അത് നല്ലതാണെന്നുള്ളത് പിന്നെ വീണ്ടും വന്നിട്ട് മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ റിലേറ്റീവിന് ഗിഫ്റ്റ് കൊടുക്കാൻ. ഇപ്പോൾ എല്ലാവരും ഗോയിങ് വെരി മെഡിക്കലി അവെയർ, ഹെൽത്തി ആയിട്ട് കഴിക്കണം സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും വെക്കുന്നതും. സോ ആ ഒരു കോൺസെപ്റ്റിൽ വി തോട്ട് വി ജസ്റ്റ് കം ആൻഡ് സീ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനും ചെറുതായിട്ട് ഓരോന്നങ്ങ് നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റുക. ലൈക്ക് അലുമിനിയം, നോൺ സ്റ്റിക്കിൻ്റെ അങ്ങനത്തെ പ്ലാസ്റ്റിക്സ് അത് മാറ്റി ഓരോ മാസവും നമുക്ക് ഒക്കുന്ന പോലെ ഓരോന്ന് ആഡ് ചെയ്ത് വരിക. വി ഷുഡൻറ്റ് ബി ടു ലേറ്റ്. അടുത്ത ജനറേഷനെങ്കിലും നമ്മളതൊന്ന് കാണിച്ചു കൊടുക്കണം. നവമാധ്യമങ്ങളിലൂടെ പ്രദർശനത്തെക്കുറിച്ച് അറിഞ്ഞെത്തിയവരാണ് ഏറെ പേരും. നിലമ്പൂരിൽ നിന്നുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മൺപാത്രങ്ങളാണെന്ന് മനസ്സിലാക്കി
പിന്നെ അവരുടെ ഫിനിഷിങ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടപ്പം ഫിനിഷിങ് വളരെ നന്നായിട്ട് തോന്നി. പിന്നെ അവരുടെ പല ക്രിയേറ്റിവിറ്റീസും ഞാൻ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവരുടെ പ്രസൻറ്റേഷനും അവരുടെ ഒരു സ്കിൽ നമുക്ക് അതിനകത്ത് മനസ്സിലാവും. സേഫസ്റ്റ് വേ ഓഫ് കുക്കിങ് ഏറ്റവും ഡിപ്പെൻഡബിൾ മണ്ണിൻ്റെ പാത്രങ്ങളായതുകൊണ്ട് അത് വന്ന് കണ്ട് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി വന്നത്. ഇതിപ്പോൾ തൈര് ഉറയിക്കാനും ഇതുപോലത്തെ പാത്രങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പഴയ രീതിയിലേക്ക് പോകാനുള്ള ഒരു ക്രേസാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. അത് കാരണമാണ് പഴമയിലേക്കുള്ള തിരിച്ചുപോക്കാണ് പലർക്കും മൺപാത്രങ്ങളുടെ ഉപയോഗം. എന്നാൽ അതിനപ്പുറത്ത് ആധുനിക ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായാണ് നിലമ്പൂരിലെ ഈ സംഘം പാത്രങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.